പ്രകൃതിയുടെ കലിതുള്ളലിൽ സർവ്വതും നഷ്ടപ്പെട്ട ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് പുതുജീവിതത്തിന്റെ പ്രകാശമായി കോൺഗ്രസ് പാർട്ടിയുടെ ഭവന പദ്ധതി. മേപ്പാടി കുന്നംപച്ചയിൽ നിർമ്മിക്കുന്ന 100 വീടുകളുടെ ഒന്നാംഘട്ട തറക്കല്ലിടൽ കർമ്മം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിർവഹിച്ചു. വയനാട് MP പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. ദുരന്തബാധിതരെ ചേർത്തു നിർത്തുമെന്ന വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗമായാണ് കോൺഗ്രസ് ഈ ബൃഹത് പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത്. ആദ്യഘട്ടത്തിൽ 50 വീടുകളുടെ നിർമ്മാണമാണ് ആരംഭിക്കുന്നത്. 8 സെന്റ് ഭൂമിയിൽ 1041 ചതുരശ്ര അടി വിസ്തീർണമുള്ള അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ വീടുകളാണ് ഓരോ കുടുംബത്തിനുമായി ഒരുക്കുന്നത്. ഭാവിയിൽ കുടുംബാംഗങ്ങൾ വർദ്ധിക്കുകയോ മറ്റോ ചെയ്താൽ മുകളിൽ ഒരു നില കൂടി നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിലാണ് വീടുകളുടെ രൂപഘടന തയ്യാറാക്കിയിരിക്കുന്നത്. സുരക്ഷിതത്വത്തിനും ഈടിനും മുൻഗണന നൽകിക്കൊണ്ടുള്ള നിർമ്മാണ രീതിയാണിത്. വയനാടിന്റെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലാണ് പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ചടങ്ങിൽ സംസാരിക്കവേ വയനാട്ടിലെ ജനങ്ങളുടെ മാജിക്കിനെ കുറിച്ചാണ് രാഹുൽ ഗാന്ധി വാചാലനായത്. ജാതിമതഭേദമന്യേ ദുരന്തമുഖത്ത് വയനാട് കാണിച്ച ഒത്തൊരുമ ലോകത്തിന് മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്ര വലിയ പ്രതിസന്ധി വന്നാലും പരസ്പരം പിണങ്ങി നിൽക്കാൻ വയനാട്ടിലെ ജനങ്ങൾക്ക് കഴിയില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പദ്ധതിക്കായി സ്ഥലം കണ്ടെത്തുന്നതിലും വാങ്ങുന്നതിലും വലിയ നിയമപ്രശ്നങ്ങളും സാങ്കേതിക തടസ്സങ്ങളും നേരിടേണ്ടി വന്നതായി രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി. എങ്കിലും എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. കോൺഗ്രസ് പാർട്ടി എന്നും വയനാട്ടുകാർക്കൊപ്പം ഉണ്ടാവുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. സമാനമായ രീതിയിൽ ഭവന പദ്ധതികൾ പൂർത്തിയാക്കിയ മുസ്ലിം ലീഗിനെ രാഹുൽ ഗാന്ധി അഭിനന്ദിച്ചു. പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും കൈകോർക്കുന്നത് അതിജീവനത്തിന് കരുത്തേകുമെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. വയനാടിന്റെ പുനർനിർമ്മാണം ഒരു രാഷ്ട്രീയ പോരാട്ടം കൂടിയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വയനാട് MP എന്ന നിലയിൽ പ്രിയങ്ക ഗാന്ധി നടത്തിയ വൈകാരികമായ പ്രസംഗം ഏവരുടെയും കണ്ണു നിറയിച്ചു. ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും അഭീകരമായ കാഴ്ചകൾ തന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായില്ലെന്ന് പ്രിയങ്ക പറഞ്ഞു. ദുരന്തബാധിതരുടെ വേദനകൾ തന്റേത് കൂടിയാണെന്ന് അവർ പ്രഖ്യാപിച്ചു. ദുരന്തബാധിതർക്ക് നീതി ലഭ്യമാക്കുന്നതിനായി പാർലമെന്റിന് അകത്തും പുറത്തും താൻ നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ച് പ്രിയങ്ക വിശദീകരിച്ചു. വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായും കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധം തുടരുമെന്നും അവർ വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി 100 വീടുകൾ വാഗ്ദാനം ചെയ്തിട്ട് അത് തുടങ്ങാൻ അല്പം വൈകിയതിലുള്ള വിഷമം പ്രിയങ്ക പങ്കുവച്ചു. നിയമപരമായ നിരവധി കടമകൾ കടക്കാനുണ്ടായിരുന്നു. പദ്ധതി വൈകിയത് തന്നെ ഏറെ വേദനിപ്പിച്ചെന്നും എന്നാൽ ഇപ്പോൾ അത് തുടങ്ങാൻ കഴിഞ്ഞതിൽ വലിയ ആശ്വാസമുണ്ടെന്നും പ്രിയങ്ക പറഞ്ഞു. ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട രേഖകൾ ശരിയാക്കാൻ വലിയ പരിശ്രമം വേണ്ടി വന്നു. നിലവിൽ 3.24 ഏക്കർ ഭൂമി വാങ്ങിയിട്ടുണ്ട്. ബാക്കി 2.18 ഏക്കർ ഭൂമി കൂടി രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ്. പുനരധിവാസത്തിനായി ഇനിയും 5 ഏക്കർ കൂടി വാങ്ങാൻ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും പ്രിയങ്ക അറിയിച്ചു. മരിച്ചുപോയവരുടെ ആത്മാവിന് ശാന്തി നൽകുന്ന കാര്യമാണ് അവരുടെ ഉറ്റവർക്ക് തലചായ്ക്കാൻ ഒരിടം ഒരുക്കുക എന്നത്. ഈ ഭവന പദ്ധതി കേവലം കെട്ടിടങ്ങളല്ല, മറിച്ച് തകർന്നടിഞ്ഞ ഒരു ജനതയുടെ പ്രതീക്ഷകളാണെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. അതിജീവനത്തിനായുള്ള പോരാട്ടത്തിൽ താൻ എന്നും മുന്നിലുണ്ടാകുമെന്ന് അവർ ആവർത്തിച്ചു. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ചടങ്ങിൽ വിശിഷ്ട അതിഥിയായിരുന്നു. UDFന്റെ ഐക്യവും ദുരന്തബാധിതരോടുള്ള പ്രതിബദ്ധതയും ഈ പദ്ധതിയിലൂടെ തെളിയിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പുനരധിവാസം വൈകുന്ന സാഹചര്യത്തിൽ ഇത്തരം ഇടപെടലുകൾ അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ചടങ്ങിന് നേതൃത്വം നൽകിയത്. വയനാടിന് പ്രത്യേക പാക്കേജ് അനുവദിക്കാത്ത കേന്ദ്ര നിലപാടിനെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും നേതൃത്വത്തിൽ വയനാടിനെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, ഷാഫി പറമ്പിൽ MP, T സിദ്ദീഖ് MLA തുടങ്ങിയ പ്രമുഖ നേതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു. കോൺഗ്രസ് പ്രവർത്തകരുടെയും വിവിധ സംഘടനകളുടെയും സഹായത്തോടെയാണ് ഈ പദ്ധതിക്കായി ഫണ്ട് കണ്ടെത്തുന്നത്. സുതാര്യമായ രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് നേതാക്കൾ വ്യക്തമാക്കി. രാഷ്ട്രീയത്തിന് അതീതമായി മാനുഷിക പരിഗണനയ്ക്ക് മുൻതൂക്കം നൽകുന്ന ഇത്തരം പദ്ധതികൾ കേരളത്തിന് എന്നും അഭിമാനമാണ്. ദുരന്തം തകർത്തെറിഞ്ഞ മലയോര മേഖലയുടെ പുനർജന്മത്തിനായുള്ള ആദ്യ ചുവടുവെപ്പായി ഈ തറക്കല്ലിടൽ ചടങ്ങ് അടയാളപ്പെടുത്തപ്പെടും. തറക്കല്ലിടൽ ചടങ്ങ് കഴിഞ്ഞ് മടങ്ങുന്നതിന് മുമ്പ് ദുരന്തബാധിത കുടുംബങ്ങളുമായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നേരിട്ട് സംസാരിച്ചു. അവരുടെ പരാതികൾ കേൾക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത ശേഷമാണ് നേതാക്കൾ മടങ്ങിയത്. വയനാടിന്റെ പോരാട്ടത്തിൽ തങ്ങൾ തനിച്ചല്ലെന്ന ബോധ്യം ജനങ്ങളിൽ നിറയ്ക്കാൻ ഈ സന്ദർശനത്തിന് സാധിച്ചു.